ഹലോ, ഹായ് ഹായ് കൂട്ടുകാരെ, എല്ലാവരും എന്ത് ചെയ്യുക? എല്ലാവർക്കും സുഖമല്ലേ? പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പറയും. എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇതാ, മനസ്സിലായ എല്ലാവർക്കും അറിയാമല്ലോ. മുരിങ്ങയില ഒരുപാട് വൈറ്റമിൻ ഉള്ള സാധനമാണ്. ഇന്നത്തെ എൻ്റെ വീഡിയോ മുരിങ്ങയില തോരൻ എങ്ങനെയുണ്ട്? അപ്പോൾ പോവാം വീഡിയോയിലേക്ക്. ഇപ്പോൾ മുരിങ്ങയില ഇറുക്കുന്നത് എല്ലാവർക്കും അറിയാം, ഞാൻ പ്രത്യേകിച്ച് കാണിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. അപ്പോൾ മുരിങ്ങയില ഇറുക്കുന്നത് ഇങ്ങനെയാണ് എല്ലാവർക്കും അറിയാമെന്നുള്ളതന്നെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് മുരിങ്ങയില ഇറുത്ത് തോരൻ വയ്ക്കുന്നതൊക്കെ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതൊക്കെ വിശേഷം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം പറയും, നിങ്ങളെ വിശേഷം പറയും. എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? ഇത് ഒരുപാട് വൈറ്റമിനുള്ള സാധനമല്ലേ മുരിങ്ങ. അപ്പോൾ ഇന്നലെ എനിക്ക് ഒരു സ്ഥലത്ത് നിന്ന് ഇച്ചിരി, ഞങ്ങളുടെ വീട്ടിൽ ഇല്ല കേട്ടോ, അപ്പോൾ ഒരിടത്തു നിന്ന് കിട്ടിയതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊരു വീഡിയോ ആക്കിയിടാം. വീഡിയോ ഇട്ടിട്ട് എത്ര നാളായിരുന്നു, അപ്പോൾ ഇതൊരു വീഡിയോ ആക്കിയിടാമല്ലോ. കുഞ്ഞു മുരിങ്ങന്ന് ഞാൻ അതിൽ നിന്നെല്ലാം ഒടിച്ചെടുത്തായിരുന്നു. ഇവിടെ എൻ്റെ വീട്ടിൽ ഇല്ല കേട്ടോ. അപ്പോൾ വേറെ വീട്ടിൽ നിന്ന് തന്നപ്പോൾ ഇങ്ങനെ ഒരു ഇട്ടിട്ട് പിന്നെ അതിൻ്റെ ചെറിയ ഞെട്ടെടുത്ത് കളയും, അതാ എളുപ്പം. അപ്പോൾ ഒരാൾ തന്നപ്പോൾ ഞാൻ വിചാരിച്ചു, എനിക്കിത് ഇല വർഗ്ഗങ്ങളെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇലത്തോരൻ എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എൻ്റെ വീഡിയോകളെല്ലാവരും കാണണം കേട്ടോ. വീഡിയോക്ക് ലൈക്കൊക്കെ ചെയ്യണം. എന്തോ പറയാനുണ്ടെങ്കിൽ കമൻ്റ് ഇടണം. നിങ്ങൾ നല്ല ആയാലും അരിക്കായാലും പറഞ്ഞത് അടുത്ത വീഡിയോക്ക് ഞാനത് തിരുത്തുന്നതാണ്. പിന്നെ എന്തൊക്കെയാണ്, 4-ാം തീയതി അമ്പലത്തിൽ ഉത്സവം കേട്ടോ. ഒരു ഉത്സവം ഇന്നാൾ കഴിഞ്ഞായിരുന്നു, ഞാൻ പറഞ്ഞില്ലായിരുന്നു 2 ഉത്സവം ഉണ്ടെന്ന്. എന്താ പറ്റി, 2 ഉത്സവം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഒരു ഉത്സവം ഇന്നാൾ കഴിഞ്ഞായിരുന്നു. ഇനിയിപ്പോൾ അടുത്ത ഉത്സവം വരുന്ന ഏപ്രിൽ 4-ാം തീയതിയാണ്. അത് ഞാൻ വീഡിയോ ലൈവ് ഒക്കെ ഇടും. അത് അമ്പലത്തിൽ വലിയ പരിപാടിയൊന്നുമില്ല. അമ്പലത്തിലെ ആചാരങ്ങളാണ് അത് മെയിനായിട്ട്. ആചാരം എന്ന് പറഞ്ഞാൽ മുടി, അമ്മയുടെ പൊന്നുമുടി എടുത്ത് വെളിയിൽ വയ്ക്കുന്നതും, പിന്നെ ഈ വാഴപ്പിണ്ടിയിലുള്ള ആൽപ്പിണ്ടി വിളക്ക്, അത് ഒരു നേർച്ച, അതാണ്. അതിൻ്റെ വീഡിയോ എടുത്ത് കാണിച്ചു തരാം. അതൊക്കെ ഈ ഉത്സവത്തിനുള്ള നേർച്ചയും കാര്യങ്ങളൊക്കെ, അതൊക്കെ ആചാരങ്ങളാണ് ഇവിടെ പ്രധാനം ആയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ എനിക്ക് അന്ന് ഞാൻ വീഡിയോ ഇടും. ഒരാൾ വന്നായിരുന്നു, അങ്ങനെ ഞാൻ നോക്കാൻ കട്ട് ചെയ്തിട്ട് പോയി. പിന്നെ രണ്ടാമത് വീണ്ടും എടുക്കുക. പിന്നെ നമ്മൾ മുരിങ്ങയില ഇങ്ങനെ ഊരുമ്പോൾ നോക്കണം കേട്ടോ, അതിൽ പുഴു ഉണ്ടാകും. പക്ഷെ ഞാൻ ഇതെല്ലാം നേരത്തെ നോക്കി കഴുകി വെച്ചതാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഊരി ഇടുന്നത്. പുഴുവില്ല, ഞാൻ നേരത്തെ നോക്കി എല്ലാ ഇലയും എടുത്ത് നോക്കി കഴുകി വെള്ളത്തിൽ നിന്ന് വാരി വെച്ചേക്കുവാണ്. അതുകൊണ്ട് ഇനി ഒന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതൊക്കെ വിശേഷം. ഞാൻ അന്ന് അമ്പലത്തിൽ പോയപ്പോൾ ഞാൻ കമ്മൽ വാങ്ങിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. ഒത്തിരി പേര് അത് കയറി കണ്ടായിരുന്നു, കണ്ട് നല്ല കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. സന്തോഷമായി. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ എൻ്റെ എല്ലാ വീഡിയോയും കയറി കാണണം. ഇനി വാച്ച് അവർ വളരെ കുറവാണ്, വാച്ച് അവർ ഇല്ല. അപ്പം ഞാൻ അന്ന് കമ്മൽ എൻ്റെ വീഡിയോ ഇട്ടിരുന്ന അന്ന് വാങ്ങിയാലുള്ള കമ്മൽ. അപ്പോൾ അടുത്ത തിരുവാതിരയ്ക്കും വാങ്ങണം. പിന്നെ വേറെ ഒരു ഉത്സവം ഉണ്ടായിരുന്നു തലപൂര്, അവിടെയും പോയായിരുന്നു. അന്നും മേടിച്ചായിരുന്നു ഒരു 3 കമ്മൽ. അത് 3 എണ്ണയല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാത്തത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അന്ന് ഇട്ടായിരുന്നല്ലോ ആ വീഡിയോയിൽ, അപ്പോൾ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. കൊള്ളല്ലേ? അപ്പോൾ ഇതൊക്കെ വിശേഷം. ഞാൻ എല്ലാം ഒടിച്ചെടുത്തായിരുന്നു, മൊത്തം ഒടിച്ചെടുത്തോളാൻ പറഞ്ഞു. ശങ്കരൻ്റെ സൗണ്ട്. അങ്ങനെ ആ മുരിങ്ങയിൽ വൃത്തിയാക്കുന്നത് വീഡിയോ ഇടാം എന്ന് വിചാരിച്ചു. വേറെ പ്രത്യേകിച്ച് വീഡിയോ ഇടാനൊന്നുമില്ല, എന്തെങ്കിലും ഒന്ന് വേണ്ടേ. ഇപ്പോൾ മുരിങ്ങയില സ്പെഷ്യൽ സാധനമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം ഇലത്തോരൻ. അപ്പോൾ ഇന്നലെ ഇതെല്ലാം വൃത്തിയാക്കി കഴുകി വെച്ചേക്കുന്നതുകൊണ്ട് ഇതിൽ പുഴുവൊന്നുമില്ല കേട്ടോ. ഞാൻ ഇന്നലെ തന്നെ കിട്ടിയ വീഡിയോ ശരിയാക്കിയെടുത്ത് വൃത്തിയാക്കിയെടുത്ത്
വലിയ പാടൊന്നുമില്ല. വലിയ ഇത് നിർത്തിയെടുത്താൽ പിന്നെ ചെറിയത് ഇറക്കാൻ പാടില്ലല്ലോ. നീ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടും ഇല്ല. ഹായ്, മുരിങ്ങയില തോരൻ റെഡി. കണ്ടോ? ചക്കക്കുരു ഇട്ട് വെച്ച മുരിങ്ങയില തോരൻ. ചക്കക്കുരു ഇട്ട് ടാറ്റ ബൈ. ഇപ്പോൾ വീഡിയോ കാണണം കേട്ടോ. വീഡിയോ എല്ലാ വീഡിയോയും കയറി കാണും. അപ്പോൾ ടാറ്റ ബൈ. ഓക്കെ, അടുത്ത വീഡിയോ കാണാം.